നമസ്കാരം. ഗൾഫ് നാടുകൾ എന്നും മലയാളിക്ക് പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ഭൂമിയാണ്. എന്നാൽ ഈ മരുഭൂമിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും യഥാർത്ഥ ചിത്രം പുറത്തു വന്നിരിക്കുന്നു. 2025 UAE പ്രവാസി മാനസികാരോഗ്യ സർവേ റിപ്പോർട്ട് പ്രകാരം ഗൾഫ് ജീവിതത്തിലെ തിളക്കത്തിന് പിന്നിലെ ഒറ്റപ്പെടലിന്റെയും കടുത്ത സമ്മർദ്ദത്തിന്റെയും ഞെട്ടിക്കുന്ന ചിത്രം തുറന്നു കാട്ടുന്നതാണ്. നമ്മുടെ പ്രവാസി സമൂഹത്തിന്റെ മാനസികാവസ്ഥ എത്രത്തോളം ഗുരുതരമാണെന്ന് പറയുന്നതാണ്. ഈ റിപ്പോർട്ട് വെറും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ജോലിഭാരവും മാത്രമല്ല, കുടുംബങ്ങളിലെ വിടവും വർദ്ധിച്ചു വരുന്ന ഒറ്റപ്പെടലുമാണ് പ്രവാസികളുടെ സന്തോഷത്തെ കവർന്നെടുക്കുന്ന പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നുണ്ട്. ഈ സർവേ പ്രകാരം പ്രവാസികളിൽ 80% പേരും പലപ്പോഴും വിഷമങ്ങളും സങ്കടങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോകുന്നത്. ഈ പ്രതിസന്ധിക്ക് പിന്നിൽ വ്യക്തമായ ചില പ്രവാസി പ്രശ്നങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ഒറ്റപ്പെടലാണ്, രണ്ടാമത്തേത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മൂന്നാമത്തേതിലേക്ക് വന്നാൽ ജോലിഭാരം, നാലാമത്തേത് കുടുംബ ബന്ധമാണ്. നമുക്ക് ആദ്യത്തേത് നോക്കാം. പ്രവാസികൾക്കിടയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റപ്പെടലാണ്. തനിച്ചുള്ള ജീവിതം, കുടുംബാംഗങ്ങളെയും അടുത്ത സുഹൃത്തുക്കളെയും പിരിഞ്ഞ് പലപ്പോഴും റൂംമേറ്റ്സുമായി മാത്രം ഒതുങ്ങിക്കൂടുന്ന ജീവിതമാണ് മിക്ക പ്രവാസികളുടേത്. ഇതൊരു വലിയ ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. ജോലി തിരക്ക് കാരണം സ്വന്തം താല്പര്യങ്ങൾക്കോ സാമൂഹിക ഒത്തുചേരലുകൾക്കോ സമയം കണ്ടെത്താൻ കഴിയാതെ വരുന്നത് ഇത് വർദ്ധിപ്പിക്കുകയാണ് ഒറ്റപ്പെടൽ. വിഷമങ്ങളും പ്രശ്നങ്ങളും തുറന്നു സംസാരിക്കാൻ വിശ്വസ്തരായ ആളുകളുടെ അഭാവം മനസ്സിലെ ഭാരം കൂടാൻ കാരണമാകുന്ന മറ്റൊരു പ്രധാന കാരണമാണ്. രണ്ടാമത്തേത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. പ്രവാസ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നായ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി പലർക്കും നേടാൻ കഴിയുന്നില്ല എന്നതാണ് ഈ സമ്മർദ്ദത്തിന്റെ പ്രധാന കാരണം. വർഷങ്ങളോളം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടും ജീവിത ചെലവുകൾക്കനുസരിച്ചുള്ള ശമ്പള വർധനവ് ലഭിക്കാത്തത് പലരിലും നിരാശയുണ്ടാക്കുന്നുണ്ട്. UAE വർദ്ധിച്ചു വരുന്ന വാടക, ദൈനംദിന ജീവിത ചെലവുകൾ എന്നിവ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം കവർന്നെടുക്കുന്നവയാണ്. സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി വായ്പകൾ, മക്കളുടെ വിദ്യാഭ്യാസം, വീടുപണി തുടങ്ങിയ ബാധ്യതകൾ നിറവേറ്റാൻ കഴിയാതെ വരുന്നത് പല പ്രവാസികളെയും മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നതാണ്. UAE താമസിക്കുന്നവരിൽ 80% പേരും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം സ്ഥിരമായി അനുഭവിക്കുന്നതായി സർവേ റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. കടുത്ത മത്സരമുള്ള തൊഴിലന്തരീക്ഷത്തിൽ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം അമിതമായി പലർക്കും ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. പല ജോലികളും ലീവുകളില്ലാതെയും നിശ്ചിത സമയപരിധിക്ക് അപ്പുറവും ജോലി ചെയ്യേണ്ടി വരുന്നത് ശാരീരികവും മാനസികവുമായ ക്ഷീണത്തിന് കാരണമാകുന്നുണ്ട്. ജോലി തിരക്ക് കാരണം കുടുംബത്തിനോ വ്യക്തിപരമായ കാര്യങ്ങൾക്കോ സമയം കണ്ടെത്താൻ കഴിയാതെ വരുന്നത് ജീവിതം ജോലിയിൽ മാത്രമായി ഒതുങ്ങി പോകുന്നുണ്ട്. അവസാനത്തേത് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിടവാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ മാനസികാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വൈകാരിക പ്രശ്നമാണിത്. വീട്ടുകാരെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത്. ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ എന്നിവരെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വേദന, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കുടുംബ നിമിഷങ്ങളിൽ അവരുടെ മക്കളുടെ വളർച്ച, ആഘോഷങ്ങൾ, രോഗാവസ്ഥയിൽ കൂടെ ഇരിക്കാൻ കഴിയാതെ വരികയൊക്കെ ചെയ്യുന്നത് പല പ്രവാസികളെയും വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കാണ് തള്ളിവിടുന്നത്. നാട്ടിലെ കുടുംബകാര്യങ്ങൾ ദൂരെ ഇരുന്ന് നിയന്ത്രിക്കേണ്ടി വരുന്നതും ആശയവിനിമയത്തിലെ പരിമിതികളും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ട വൈകാരികമായ പിന്തുണ നേരിട്ട് ലഭിക്കാത്തത് പ്രവാസിയെ കൂടുതൽ ദുർബലനാക്കുന്നു. UAE പ്രവാസി മാനസികാരോഗ്യ സർവേ റിപ്പോർട്ട് ഗൾഫ് ജീവിതത്തിന്റെ വിജയഗാഥകൾക്ക് പിന്നിലെ നിശബ്ദമായ ദുരിതം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഒറ്റപ്പെടൽ, സാമ്പത്തിക സമ്മർദ്ദം, അമിതമായ ജോലിഭാരം, കുടുംബവുമായുള്ള വൈകാരിക അകലം എന്നീ 4 പ്രധാന ഘടകങ്ങൾ പ്രവാസികളുടെ സന്തോഷത്തെയും ആരോഗ്യത്തെയും തകർക്കുന്നതാണ്. 80% പ്രവാസികളും സമ്മർദ്ദത്തിലാണെന്ന കണ്ടെത്തൽ ഇത് വെറും ഒരു വ്യക്തിപരമായ മാത്രം പ്രശ്നമല്ല, മറിച്ച് സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും ശ്രദ്ധ വേണ്ട സാമൂഹിക പ്രതിസന്ധിയാണെന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. സ്വന്തം നാടിനും കുടുംബത്തിനും വേണ്ടി ജീവിതം ഹോമിക്കുന്ന പ്രവാസികൾക്ക് മാനസികാരോഗ്യ പിന്തുണ നൽകേണ്ടത് ഓരോ സ്ഥാപനത്തിന്റെയും സർക്കാരിന്റെയും സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. അവരുടെ സമാധാനവും സന്തോഷവും ഉറപ്പാക്കുമ്പോഴാണ് പ്രവാസ ലോകം ശരിക്കും ഒരു സ്വപ്നഭൂമിയായി മാറുന്നത്.